ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് നമുക്കൊരു കഥ പഠിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. വാക്യം കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം. സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിക്കുകയും അവരിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുകയും ചെയ്ത ഒരു കുടുംബത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഈ വാക്യം അതുകൊണ്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അറിയാതെ ദൈവദൂതന്മാരെ അവർ സൽക്കരിച്ചു, അവർക്കതിൻ്റെ അനുഗ്രഹം കിട്ടുകയും ചെയ്തു. അപ്പോൾ ഈ വാക്യം ഒന്നും കൂടെ പഠിക്കട്ടെ നമുക്ക്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. അബ്രഹാം ഒരു ദിവസം കൂടാരവാതിക്കലിൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവൻ ഓടിച്ചെന്നു നിലം വരെ കുനിഞ്ഞ് അവരെ നമസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ യജമാന്മാരെ, നിങ്ങൾ പോകരുത്, നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി, ക്ഷീണം മാറിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ, അപ്പവും കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അവർ തണലിൻ്റെ ചുവട്ടിൽ അവരെ ഇരുത്തിയിട്ട് വേഗം, അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അപ്പോൾ അവർ പറഞ്ഞു ആകട്ടെ എന്ന് അവർ പറഞ്ഞു, സമ്മതിച്ചു. അപ്പോൾ അബ്രഹാം വേഗം ചെന്നിട്ട് സാറയോട് പറഞ്ഞു, നീ 3 ഇടങ്ങളിൽ മാവ് എടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം അബ്രഹാം തന്നെ പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഈ ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാലക്കാരൻ്റെ പക്കൽ കൊടുത്തു. അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും അപ്പവും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു. അവരുടെ മുമ്പിൽ വൃക്ഷത്തിൻ്റെ കീഴിൽ അവരെ ശുശ്രൂഷിച്ചു നിന്നിരുന്നു. അവർ അവനോട് ചോദിച്ചു, നിൻ്റെ ഭാര്യ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ സാറ കൂടാരത്തിലുണ്ട് എന്നവൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിൻ്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടാകുമെന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിക്കലിൽ പിൻവശത്ത് കേട്ടുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ സാറയ്ക്ക് ചിരി വന്നു. സാറ ഉള്ളിൽ ചിരിച്ചു. സാറ മനസ്സിൽ വിചാരിച്ചു, ഞാനും അബ്രഹാമും വൃത്തിയായിരിക്കുന്നു, സ്ത്രീകൾക്കുള്ള മുറ പോലും എനിക്കില്ലാതെയായിരിക്കണം, ഇനി എനിക്ക് മകനുണ്ടാകുമോ? അസാധ്യമാണ്. അപ്പോൾ യഹോവ അബ്രഹാമിന് സാറയ്ക്ക് അറിയത്തില്ലായിരുന്നു ഇത് യഹോവയാണെന്നുള്ളത്. അറിയാതെയാണ് അവർ അതിഥി സൽക്കാരം ചെയ്തത്. യഹോവ അബ്രഹാമിനോട് പറഞ്ഞു, നിൻ്റെ ഭാര്യ ചിരിച്ചു, പക്ഷേ യഹോവയാൽ കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ വരും നിനക്ക് എന്ന്. അപ്പോൾ സാറയ്ക്ക് പേടിയായിപ്പോയി. സാറ പറഞ്ഞു, ഞാൻ ചിരിച്ചില്ല എന്ന്. പക്ഷേ യഹോവയ്ക്ക് അറിയാം, യഹോവ ഉള്ളുകളെ അറിയുന്നവനാണ്, മനുഷ്യരെ അറിയുന്നവനാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോയി. നമുക്കറിയാം, പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് സാറ ഗർഭം ധരിച്ച് സാറയ്ക്കൊരു കുഞ്ഞുണ്ടായി എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ അനേകം നല്ല പാഠങ്ങൾ ഉണ്ട്. ഒന്നാമതായിട്ട് അതിഥി സൽക്കാരം നാം ചെയ്യണം. രണ്ടാമതായിട്ട് അതിഥി സൽക്കാരം ചെയ്യുമ്പോൾ ചിലപ്പോൾ ദൈവദൂതന്മാരെ തന്നെ നമ്മൾക്ക് സൽക്കരിക്കുവാൻ സാധിക്കും, അവരിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുവാനായിട്ടും സാധിക്കും. മൂന്നാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അബ്രഹാം ഉള്ളതിൽ നല്ലതാണ് യഹോവയ്ക്ക് കൊടുത്തത്. നല്ലതും ഇളയതുമായ കാളക്കുട്ടിയെ പിടിച്ചാണ് അവൻ കൊന്ന്, അല്ലാതെ ചീത്തയോ അല്ലെങ്കിൽ വേണ്ട എന്നിരിക്കുന്ന സാധനങ്ങളല്ല, ഉള്ളതിൽ ബെസ്റ്റാണ് അബ്രഹാം ഇത് കൊടുത്തത്. അതുകൊണ്ട് അബ്രഹാമും കുടുംബവും അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു മകനുണ്ടായി, അങ്ങനെ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് സാധിക്കും. 5-മതായിട്ട് നമുക്ക് സാറ വിശ്വസിച്ചില്ല. അവിശ്വാസം പാപമാണ്. എന്നാൽ ദൈവം അവളോട് ക്ഷമിച്ചു, അവളോട് കരുണ ചെയ്തു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ മക്കളായ ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിൽ വരുവാൻ സഹായിച്ചുകൊണ്ട് സ്തോത്രം. ദുഷ്ട നിറഞ്ഞ ലോകത്തിൽ ഞങ്ങളെ നീ പരിപാലിക്കുന്നു, അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു.
കർത്താവെ, ഞങ്ങളുടെ അവിശ്വാസം ക്ഷമിക്കുന്ന ഒരു കർത്താവായിട്ട് ഞങ്ങൾക്ക് അങ്ങുള്ളതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യഹോവയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല എന്നുള്ളത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കൂടെ നീ മനസ്സിലാക്കി കൊടുത്തു. അതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ അങ്ങയാൽ കഴിയാത്ത ഒന്നുമില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ച പാഠങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്നിൽ വിശ്വസിപ്പാനും നിന്നിൽ ആശ്രയിപ്പാനും നിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിലും കൂടെ കൈ അമർത്തണം. ഷെയറും ചെയ്യണം. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.